നമസ്കാരം. എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശേഷമാണ് അല്ലെ? ആഫ്റ്റർ മീൻസ് എന്താണ്? ശേഷം. ബിഫോർ മുൻപാണെങ്കിൽ ആഫ്റ്റർ എന്താണ്? ശേഷമാണ്. ആഫ്റ്റർ അതല്ലെങ്കിൽ എന്താണ്? ലേറ്റർ. ലേറ്റർ എന്നുള്ളതിൽ നമ്മൾ എന്താണ്? ശേഷം ഉപയോഗിക്കാറുണ്ട്. ഈ ലേറ്റർ, LATTER, ലേറ്റർ, അതൊക്കെ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് അല്ലെ? കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളാണ് LATERും LATTERും ഒക്കെ. നമുക്ക് അടുത്തത് പഠിക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള കൺഫ്യൂസിംഗ് വേർഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പഠിക്കാം. ആഫ്റ്റർ എന്താണ്? ശേഷം അല്ലെ? ആഫ്റ്റർ എന്താണ്? ശേഷം. He came back after 2 months. അവൻ എപ്പോഴാണ് വന്നത്? 2 മാസങ്ങൾക്ക് ശേഷം അല്ലെ? ആഫ്റ്റർ 2 months, 2 മാസങ്ങൾക്ക് ശേഷം. അപ്പൊ ആഫ്റ്റർ എന്നുള്ളത് അവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചത്? ടൈം പ്രിപ്പോസിഷൻ അല്ലെ? ഒരു സമയമാണ്. എപ്പോഴാണ് വന്നത്? 2 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. We shall go for a walk after breakfast. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്തിനു പോകാം? ഒരു വാക്കിന്. ഏത് സമയമാണ് അവിടെ പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള സമയം അല്ലെ? ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈം, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപുള്ള സമയം, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. I will call you later. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? പിന്നീട് വിളിക്കാം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം വിളിക്കാം അല്ലെ? I will call you later. നമ്മൾ അധികവും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ I will call you after അല്ലെ? After I complete my meeting. ഞാൻ എന്റെ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഒറ്റ സെന്റൻസ് I will call you later. അതേ അർത്ഥമാണ്. ശേഷം ഞാൻ എന്താണ്? നിങ്ങളെ കുറച്ച് സമയത്തിന് ശേഷം വിളിക്കുന്നതായിരിക്കും. രാജു left the job after 6 months. രാജു അവന്റെ ജോലി 6 മാസം ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ആ ജോലി വിട്ടു. ഇവിടെ ആഫ്റ്റർ 6 months. അപ്പൊ എന്താണ്? എത്ര മാസത്തിന് ശേഷം? 6 മാസം എന്നുള്ളത് അവന്റെ ആ ജോലി ചെയ്തിട്ടുള്ള ആ ടൈമിനെയാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത് അല്ലെ? എത്ര ജോലി ചെയ്തു? എത്ര ജോലി ചെയ്തത്? 6 മാസം. അപ്പൊ ടൈം പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മള് എന്തും കൂടി ഉപയോഗിക്കാറുണ്ട്. ആഫ്റ്റർ അല്ലെ? ഇൻ, ഓൺ, അറ്റ്, ബിഫോർ, ആഫ്റ്റർ. ഇത് 4 നമ്മളിപ്പോ ടൈം പ്രിപ്പോസിഷന്റെ ലിസ്റ്റിൽ എന്ത് ചെയ്ത് വന്നു? കവർ ചെയ്ത് വന്നു. നെക്സ്റ്റ് till ഒക്കെ നമ്മൾ എപ്പോഴും സെന്റൻസുകളിൽ കാണാറുള്ളതാണ്. ആഫ്റ്റർ ആയാലും ബിഫോർ ആയാലും ഇൻ ആയാലും ഒക്കെ. പക്ഷെ അതിനൊക്കെ എന്ത് കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. നമ്മൾ പ്രിപ്പോസിഷൻസിന്റെ കുറെ കാറ്റഗറിയിൽ ടൈം പ്രിപ്പോസിഷനെ കുറിച്ചും പ്ലേസ് പ്രിപ്പോസിഷനെ കുറിച്ചും ഡിറക്ഷൻ കാണിക്കുന്ന പ്രിപ്പോസിഷൻസിന്റെ ഒക്കെ കാറ്റഗറൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. എന്താണ്? ടൈം പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ? അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? till എന്താണ്? ഒരു ടൈം പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻസിന്റെ കാറ്റഗറിയിൽ ടൈം പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് till. മീൻസ് to a particular time period. എല്ലാം ടൈം പീരിയഡ് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ടൈം പ്രിപ്പോസിഷൻ ആണ്. സോ ടൈം പീരിയഡ് അവിടെ എന്ത് ചെയ്യാതെ കടന്നു വരും അല്ലെ? അതുകൊണ്ട് തന്നെ to a particular time period കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? till ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. We will waiting for you till 6 PM. ഞങ്ങൾ നിനക്ക് എത്ര നേരം വരെ കാത്തു നിൽക്കായിരുന്നു അല്ലെ? We will waiting for you till 6 PM. 6 മണി വരെ ഞങ്ങൾ നിനക്ക് എന്ത് ചെയ്യായിരുന്നു? വെയിറ്റ് ചെയ്യുന്നു അല്ലെ? till 6 PM. 6 എന്നുള്ളത് എന്താണ്? ടൈമാണ്. 6 PM വരെ നിനക്ക് കാത്തു നിൽക്കുകയായിരുന്നു, നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. I will stay here till next Saturday. അടുത്ത സാറ്റർഡേ വരെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? നിൽക്കാം അല്ലെ? I will stay here till next Saturday. അടുത്ത സാറ്റർഡേ വരെ ഉള്ളത് എന്താണ്? ഒരു ടൈം പീരിയഡ് ആണ് അല്ലെ? അപ്പൊ ടൈം ഷോ ചെയ്യാനായിട്ട്, ടൈം കാണിക്കാനായിട്ട് എന്ത് ഉപയോഗിച്ചു?
till ഉപയോഗിച്ചു. ടൈം പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് എന്ന് പറയുന്നത് till. Then since. നമ്മുടെ പരീക്ഷകൾക്കൊക്കെ ആവർത്തിച്ച് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് since, അല്ലെ? സിൻസ് ഫോറും തമ്മിലാണ് നമ്മൾക്ക് അധികവും എന്ത് ചെയ്യാറുള്ളത്, മാറിപ്പോകാറുള്ളത്. Since means I have been staying here since 1993, അല്ലെ? Since 1993. പെർട്ടിക്കുലർ ആയിട്ട് കൃത്യമായിട്ട് ഇയർ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? എന്താണ് അതിനോടൊപ്പം ഉപയോഗിക്കേണ്ടത്? സിൻസ് എന്ന് പറയുന്നു. സിൻസ് ദ മോർണിംഗ്, എപ്പോൾ തൊട്ട്? രാവിലെ തൊട്ട്, അല്ലെ? സിൻസ് 1947. നമ്മൾ പലപ്പോഴും പല എന്താ പറയാ ഇയർ ബേസ്ഡ് ആയിട്ടുള്ള തുണിക്കടകളിലോ കവറുകളിലോ എല്ലാം നമ്മൾ എന്താണ് സിൻസ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അത് എപ്പോഴാണ് തുടങ്ങിയത്? 1938, 1945, 1956 ഒക്കെ എന്താണ് സിൻസ് എന്ന് കാണും. അപ്പൊ ഇയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർക്കണം? എന്താ ചേർക്കേണ്ടത്? സിൻസ് ആണ്, അല്ലെ? കൃത്യമായിട്ടാണ് ഏതു വർഷമാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? സിൻസ് ചേർക്കുക. സിൻസ് ദ മോർണിംഗ്, എപ്പോ തൊട്ട്? മോർണിംഗ് തൊട്ട്, അല്ലെ? സിൻസ് ദി മോർണിംഗ്. സിൻസിന്റെയും ഫോറിന്റെയും ഒക്കെ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഗ്രാമർ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യാറുള്ളതാണ്? പറഞ്ഞ് പഠിക്കാറുള്ളതാണ്. ഫോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പീരിയഡ് ഓഫ് ടൈം ആണ്, അല്ലെ? ഫോർ എന്നുള്ളത് എന്താണ്? പ്രത്യേകിച്ച് ഒരു ഡേറ്റോ കാര്യങ്ങളോ ഇയറോ ഒന്നും നമ്മൾ ഫോറിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഒരു കാലം അല്ലെങ്കിൽ ഒരു കാലഘട്ടം, ഒരു ചെറിയൊരു കാലയളവൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ ഉപയോഗിക്കുന്നത്. പീരിയഡ് ഓഫ് ടൈം. He has been working here for the last 6 months. അവർ എത്രയായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. She has been ill for 3 days. എത്ര ദിവസമായിട്ട് അവൾക്ക് അസുഖം ഉണ്ട് എന്നുള്ളതാണ് 3. For 3 days, അല്ലെ? For 3 days. He is staying here for 10 years. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു? 10 വർഷം. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ്, ഇപ്പൊ ഇതേ സെന്റൻസ് he is staying here for 10 years എന്നുള്ളത് അതിനെ എന്താ പറയാ? സിൻസ് വെച്ചിട്ട്, അല്ലേ? he is staying here since 4 years എന്ന് പറയാൻ പറ്റുമോ? സിൻസ് അല്ല. അപ്പൊ സിൻസ് വരുമ്പോ എന്താണ്? staying here since 10 വർഷം മുൻപ്, അല്ലെ? 1992 അല്ലെങ്കിൽ 2002. ഇങ്ങനെ സിൻസ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എന്തുണ്ടാകും? ഇയർ. സിൻസ് 2002. for 6 months, അല്ലെ? for 6 months. for 6 days. കൃത്യമായിട്ട് ഇയറില്ല. for ഒരു ഡ്യൂറേഷൻ 6 മാസം, 6 ദിവസം അങ്ങനെയുള്ളത്. for, അല്ലെ? for a week. എന്താണ്? for a week. ഇനിയിപ്പോ for 6 months എന്നുള്ളത് ഇങ്ങനെയാണ്. for ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. for സിൻസ് എന്നുള്ളത് എന്താണ്? കൃത്യമായിട്ടുള്ള ഇയർ. സിൻസ് 1947, സിൻസ് 2002, സിൻസ് ഇൻ ദ മോർണിംഗ്, ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിൻസ്. അപ്പൊ നിങ്ങൾക്ക് സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? ഫ്രം. നെക്സ്റ്റ് ടൈം പ്രിപ്പോസിഷൻ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഫ്രം ആണ്. ഫ്രം മീൻസ് a point of time. എല്ലാവർക്കും അറിയാം ഫ്രം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഫ്രം വെച്ചുള്ള സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്, അല്ലെ? ഫ്രം മീൻസ് എന്താണ്? a point of time. I will be busy from Monday onwards. എന്ന് മുതൽ, മൺഡേ മുതൽ ഞാൻ എന്തായിരിക്കും? ബിസി ആയിരിക്കും. ഫ്രം. You will have classes from Monday. എന്ന് തൊട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ട്. Monday.
Then the cricket match starts from 8 p.m. എപ്പോഴാ തൊട്ടിട്ടാണ് ക്രിക്കറ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? 8 p.m. ഇവിടെ from എന്നുള്ളത് നമ്മൾ എന്തിനെ കാണിക്കാനാണ് ഉപയോഗിച്ചത്? ടൈം പ്രിപ്പോസിഷൻ ആയിട്ടാണ്. ഇവിടെ ഈ സെന്റൻസുകളിലൊക്കെ from എന്താണ്? ടൈം പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾക്ക് from നമ്മൾ പ്ലേസ് പ്രിപ്പോസിഷൻ ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. From പാലക്കാട് അല്ലേ? From ചിറ്റൂർ, from എറണാകുളം, from കേരള, ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ from എന്താണ്? പ്ലേസ് പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ നമ്മൾ from എന്താണ് ഉപയോഗിക്കുന്നത്? from എന്തായിട്ടാണ്? ടൈം പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടൈം പ്രിപ്പോസിഷൻസിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? at, in, on, before, after, till, then എന്താണ്? since, for, from. ഇത്രയും പ്രിപ്പോസിഷൻസ് ടൈം പ്രിപ്പോസിഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ടൈം പ്രിപ്പോസിഷൻസ്. ഒന്നുകൂടി നമ്മൾ ടൈം പ്രിപ്പോസിഷൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ഒന്ന് ഓർക്കുക. at പഠിച്ചു അല്ലേ? in പഠിച്ചു, on പഠിച്ചു, then എന്താണ്? after അല്ലേ? then എന്താണ്? before. ഓരോന്നും പഠിക്കുന്ന സമയത്ത് ആ സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. ടൈം പ്രിപ്പോസിഷൻ ടൈം ആയിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പൊ at 6 o'clock അല്ലേ? ഇതാണെങ്കിൽ മാത്രമാണ് അറ്റിന്റെ എന്താണ്? ടൈം പ്രിപ്പോസിഷൻ. എന്നാൽ at പാലക്കാട് എന്ന് പറയുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഇത് എന്താണ്? ടൈം പ്രിപ്പോസിഷൻ ആണോ? അല്ല അല്ലേ? at 6 o'clock. അതുപോലെ തന്നെ in എന്നുള്ളത് in 1947 ആണ്. അതെന്താണ്? ടൈം പ്രിപ്പോസിഷൻ. in India എന്ന് പറയുമ്പോൾ അതെന്തല്ല? ടൈം പ്രിപ്പോസിഷൻ ആയിട്ടല്ല നമ്മൾ അവിടെ in എന്ത് ചെയ്തിട്ടുള്ളത്? ഉപയോഗിച്ചിട്ടുള്ളത്. on ഉണ്ട്, after അല്ലേ? on Saturday, then after 2 days, before 2 days, before 6 months, then before കഴിഞ്ഞാൽ പിന്നെ നമ്മൾ till 6 p.m. അല്ലേ? then എന്താണ്? പിന്നെ before, till, പിന്നെ എന്താണ്? for പഠിച്ചു അല്ലേ? for 6 days, since 2002, then from Monday onwards. അപ്പൊ ഇതെല്ലാം എന്താണ്? ടൈം പ്രിപ്പോസിഷൻസ് ആണ്. അപ്പൊ ടൈം പ്രിപ്പോസിഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ചെണ്ണത്തിനെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്? ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. നന്നായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, കേൾക്കുക, പഠിക്കുക. പ്രിപ്പോസിഷൻസിന്റെ കാറ്റഗറൈസേഷനും ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷനും ഒക്കെ നമ്മൾ ഇതിന്റെ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കൂടി കാണുക.